ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ കിച്ചണിലെ ബിസി കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മോനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പുള്ള കിച്ചണിലെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ കിച്ചണിൽ വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കിച്ചണിലെ ജനലങ്ങ് തുറന്നിടും. അതും സ്റ്റൗവിൻ്റെ മുകളിലുള്ള ജനലാണ് ഞാൻ ആദ്യം തുറന്നിടുന്നത്. കണ്ടില്ലേ, നല്ല മഴക്കോളുമുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ 2 മീൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് 2 ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് പോയി നോക്കും. പക്ഷേ അതിന് ഫുഡ് ഇപ്പോഴൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം മാത്രമേ അവളെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും തീറ്റിയിട്ട് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ആരും അതിൽ തൊടാൻ പോകാറില്ല. അതിനെയൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. മെയിനായിട്ട് ഇന്ന് സ്കൂളിൽ മോന് ലഞ്ച് കൊടുത്തു വിടുന്ന ആ പരിപാടിയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഇടിയപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇൻഡക്ഷനിലേക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്നത്. അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. ലഞ്ചെന്ന് പറയുമ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും മിക്കവാറും കൊടുത്തു വിടുന്നത്. എന്നും ഞാൻ മെനക്കെട്ട് ചോറ് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവൻ കഴിക്കാറേ ഇല്ല, തിരിച്ചതുപോലെ അടച്ചു കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടും. വൈകിട്ട് വരുമ്പോൾ ചോറും കൊടുക്കും. ഇപ്പം ഇങ്ങനെയാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ഉച്ചക്കത്തെ പരിപാടി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ലേറ്റായിരിക്കും. ചിലപ്പോൾ മോള് പോയതിന് ശേഷമായിരിക്കും എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ എല്ലാം രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിരിക്കും. പിന്നെ എനിക്ക് തല തൂക്കാനും തുടയ്ക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എല്ലാം. രാവിലത്തെ മാത്രമല്ലേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കണം. ഇന്ന് അവിയൽ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിയൽ വെക്കണം. പിന്നെ പെരയ്ക്കാൻ തൂക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എന്നും തുടയ്ക്കുന്നതും തൂക്കുന്നതും എനിക്ക് മസ്റ്റ് ആ കാര്യം. ഇനിയിപ്പോൾ 7:30 ആകുമ്പോഴത്തേക്കും മോൻ എഴുന്നേറ്റ് വരും. കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ കഴിക്കാൻ കൊടുക്കും. അവനിന്ന് ബ്രെഡും ബുൾസയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പണികളൊക്കെ രാവിലത്തെ കഴിയും. അതും കിച്ചണിലെ കുറച്ച് പണികളൊക്കെ കഴിയും. പിന്നെ വെളിയിലൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂൾ ബസ്സിലൊന്നും പോകണ്ട. സ്കൂൾ നേരെ വീടിന് ഓപ്പോസിറ്റ് തന്നെ. അപ്പോൾ ക്രോസ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. 8:30 ആകുമ്പോഴത്തേനും അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ കുറച്ച് പരിപാടികൾ. ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മോൾ എഴുന്നേറ്റ് വരും. അപ്പം മോളുടെ കാര്യങ്ങളൊക്കെ പല്ല് തേക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കും. പിന്നെ അവൾ അക്ഷരം പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു 10 മണിയാകുമ്പോഴത്തേനും ഒരു 12:30 വരെയേ ഉള്ളൂ. അപ്പോൾ അവളെ കുളിപ്പിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അങ്ങോട്ട് വിടും. ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് ഞാൻ അക്ഷരമായിട്ടൊന്ന് എഴുതിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ ജോലിയുടെ ഇടയ്ക്കൂടെ തന്നെ ആയിരിക്കും ഞാൻ വെളിയിലെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇൻ്റർലോക്ക് തൂക്കാൻ കാണും. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിടാൻ കാണും. അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓടും. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഇതിൻ്റെ കൂടെ നടക്കും. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്